19th January 2026. ഇന്ന് ഞാൻ യൂറോ USDയുടെ ന്യൂയോർക്ക് സെക്ഷനിൽ എടുത്തൊരു ട്രേഡിനെ കുറിച്ച് നോക്കാം. എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് മന്ത്ലി ബയാസിലേക്ക് പോകാം. മന്ത്ലി ബയാസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കാം. മന്ത്ലി ബയാസ് നമുക്കൊരു റേഞ്ചിലാണ് മന്ത്ലി കിടക്കുന്നത്, റേഞ്ചിങ്ങിലാണ് കിടക്കുന്നത്. ബട്ട് ഇത് ഒരു ഡൗൺഫാളാണ് കിടക്കുന്നത്. ഡൗൺഫാളിൽ ആണ് കിടക്കുന്നത്. എക്സ്പാൻഷനാണ്, മൊത്തത്തിലൊരു ഫിഗർ വരുമ്പോൾ എക്സ്പാൻഷനാണ്, ഡൗണിലേക്ക് ഒരു എക്സ്പാൻഷനാണ്. ഇവിടെ ഒരു ഡീലിംഗ് റേഞ്ച് കഴിഞ്ഞ് മുകളിലേക്ക് വന്നതേ ഉള്ളൂ. എന്നിട്ടൊരു ഹയർ ഹൈ ഉണ്ടാക്കിയത് ഈ FEG വെച്ചിട്ടാണ്. മന്ത്ലി FEG വെച്ചിട്ടൊരു ഹയർ ഹൈ ഉണ്ടാക്കി, ലോവർ ഹൈ ഉണ്ടാക്കി. ഇനി റിവേഴ്സ് ഡിസ്കൗണ്ട് ഏരിയയിലാണ് ഇത് നടന്നേക്കുന്നത്. റിവേഴ്സ് വന്ന് ഇവിടെ ഒരു ലോവർ ലോ ഉണ്ടാക്കണം. അപ്പോൾ മന്ത്ലിയിൽ ലോങ് ടൈമിൽ ഒരു ഡൗൺഫാളാണ് കാണിക്കുന്ന, ഒരു ബീറിഷ് ബയാസ് ആണ്. CRT നോക്കുമ്പോൾ മന്ത്ലി CRT ഇതാണ്. ജൂൺ മന്ത് 2025 CRT ക്രിയേറ്റ് ചെയ്തത്. അത് മാനിപ്പുലേറ്റ് ചെയ്തത് സെപ്റ്റംബർ 2025 മാനിപ്പുലേറ്റ് ചെയ്തത് മന്ത്ലി FEGയിലേക്കാണ്. ഈ FEG ഇവിടെയാണ്, കണ്ടറിയാം, FEGയിലേക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് CRT 50% വന്ന് എന്നിട്ട് റിവേഴ്സ് പോയി. ക്ലോസ് ചെയ്തിട്ടില്ല, ബോഡി ക്ലോസ് കിട്ടിയിട്ടില്ല. CRT ബോഡി ക്ലോസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. കറൻ്റ്ലി CRT ഉള്ളിൽ നിൽക്കുകയാണ്. എങ്ങോട്ടാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതിൻ്റെ ഷോർട്ട് ടൈം ഡ്രോൺ ലിക്വിഡിറ്റീസ് ഈ കാണുന്ന IFEG, ഈ ഒരു IFEG, പിന്നെ ഇവിടെയുള്ളത് FOB ആണ്. വീക്കിലിയിലേക്ക് പോകുമ്പോൾ വീക്കിലി ഒരു റേഞ്ചാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഹൈ ക്രിയേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈയിലൊരു റേഞ്ചിങ് ആണ് സംഭവിച്ചേക്കുന്നത്. ഇനി ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഹയർ ഹൈ പുതിയത് ക്രിയേറ്റ് ചെയ്യും, ബോഡി ബ്രേക്ക് കിട്ടണം. ഇല്ല താഴേക്കാണെങ്കിൽ, ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ലോവർ ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴേക്കാണെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ MSS വെച്ചിട്ട് ലോവർ ലോ എടുക്കാം നമുക്ക്. ഇതിനകത്ത് വീക്ക്ലി CRT വരുമ്പോൾ വീക്ക്ലിയിൽ ഇതാണ് CRT വരുന്നത്. 28 ജൂലൈ ആണ് CRT മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത്. 15th സെപ്റ്റംബറിൽ വീക്കാണ് മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത്. അത് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് മന്ത്ലി FEGയിലേക്ക് തന്നെയാണ്. അവിടെ തന്നെ ഒരു വീക്ക്ലി FEG ഉണ്ട്. ഇവിടെ വീക്ക്ലി FEG ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, മന്ത്ലി FEGയിലേക്കാണ് വന്നേക്കുന്നത്. എനിവേ അതും 50% വന്നിട്ട് റിവേഴ്സ് വന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്, മാർക്കറ്റ് ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. വീക്കിലിയിലും ഒരു ബീറിഷ് ബയാസ് ആണ്. ഡെയിലിയിലേക്ക് പോകാം. ഡെയിലിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡെയിലിയിൽ ഇങ്ങനെ ഒരു റേഞ്ച് ഉണ്ടാക്കി, പുതിയൊരു റേഞ്ചിൻ്റെ ലോ ഉണ്ടാക്കി, പിന്നെ ഹൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയയാണ്. ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് ഏരിയയിലാണ് വന്നേക്കുന്നത്. ലോ ഉണ്ടാക്കിയിട്ട് പിന്നെ ഡിസ്കൗണ്ട് ഏരിയ വന്നു. ഡിസ്കൗണ്ട് ഏരിയയിൽ ഇവിടെ ഈ OB ആണ്, ഈ FEG കഴിഞ്ഞിട്ടുള്ള OBയിലാണ് വന്നേക്കുന്നത്. ഡെയിലിയിൽ CRT ഓൾറെഡി കംപ്ലീറ്റ് ആയി. പുതിയ CRT ഇന്നത്തെ ദിവസമാണ് പുതിയ CRT ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, പുതിയ CRT ബീറിഷ് ബയാസ് ആണോ ബുള്ളിഷ് ബയാസ് ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ സിറ്റുവേഷൻ ബയാസ് വെച്ചിട്ടൊരു ബുള്ളിഷ് ബയാസ് ആണ്. സോ മൺഡേയും കൂടെയാണ്. മൺഡേ ആകുമ്പോൾ വീക്ക്ലി പ്രൊഫൈലിനെ അടിസ്ഥാനപ്പെടുത്തി വീക്ക്ലി എക്സ്പാൻഷൻ പ്രൊഫൈലാണ്. മൺഡേ എക്സ്പാൻഡ് ചെയ്ത് ഒരു കീ ലെവലിലേക്ക് എത്തി, മാനിപ്പുലേറ്റ് ചെയ്തൊരു കീ ലെവലിലേക്ക് എത്തി. ഇനി ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഓപ്പോസിറ്റ് സൈഡ് കീ ലെവലിലേക്കാണ്. ഇതൊരു ബീറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലെത്തി മൺഡേ മാനിപ്പുലേറ്റ് ചെയ്ത്. ഇനി മാർക്കറ്റ് തിരിച്ചു വരിക എന്നുള്ള രീതിയിലാണ്. അവിടെ ഒരു ഹൈയും ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ സിറ്റുവേഷൻ ബയാസ് വെച്ചിട്ടൊരു ബീറിഷ് ബയാസ് തന്നെയാണ് ഡെയിലിയിലും. 4 ഹവറിലേക്ക് മൂവ് ചെയ്യുക. 4 ഹവറിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതാണ് റേഞ്ച് ഹൈ, പ്രീവിയസ് റേഞ്ച് ഹൈ. പിന്നെ ഉണ്ടാക്കിയിരിക്കുന്ന റേഞ്ച് ലോ ഇതാണ്. ഇതൊരു റേഞ്ച് ലോ ആയിട്ട് എടുക്കാം. പിന്നെ ഒരു റേഞ്ച് ഹൈ ഉണ്ടാക്കാൻ നോക്കി ഇവിടെ വരെ വന്നു, ഡിസ്കൗണ്ടിൽ എത്തിയില്ല, തിരിച്ചു വന്നു, പിന്നെ മുകളിലേക്ക് പോയത്. ഇനി MSS ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇല്ല. MSS സെക്കൻഡ് കണ്ടീഷൻ ആണോ എന്ന്. ഇനി ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ MSS കണ്ടീഷനാണ്. എന്തായാലും ഇതൊരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയത്തിൽ ഇപ്പോഴാണ് ഇത് എത്തിയേക്കുന്നത്, FEG ഡിസ്കൗണ്ടിൽ എത്തിയേക്കുന്നത്. നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ 4 ഹവറിലൊരു ബീറിഷ് ബയാസ് ആണ്. 4 ഹവറിൽ നമ്മൾ എടുത്തേക്കുന്നത് ന്യൂയോർക്ക് സെക്ഷനിലാണ്. 1 AM ആണ് CRT ആയിട്ട് എടുത്തേക്കുന്നത്. 5 AM 1 AM ഉള്ളിലായതുകൊണ്ട് 5 AM എടുത്തില്ല, 1 AM ആണ് CRT ആയിട്ട് എടുത്തേക്കുന്നത്. 50 മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 50 മിനിറ്റ്സിൽ 1 AM എടുത്തേക്കുന്നത്. ഇവിടെ 50 മിനിറ്റ്സിൽ 1 AM സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കറക്റ്റ് ഇത് എത്ര 9:45 ആയപ്പം
ഹൈ മാനിപ്പുലേറ്റ് ചെയ്തു. ഓൾറെഡി അതൊരു OB ഉണ്ട്, OBയിലാണ്, ഡെയിലി OBയിലാണ് എടുത്തേക്കുന്നത്. ഇത് ഡെയിലി, ഈ ഡെയിലി OB ആണ്. ഡെയിലി കീ ലെവലിലേക്കാണ് 4 hour വന്നേക്കുന്നത്. FEG ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. സോ 45-നാണ് നമുക്ക് OB കിട്ടിയത്. OB തിരിച്ച് റിവേഴ്സ് വന്ന് CST കിട്ടിയത് നമുക്ക് എത്ര മണിക്കാണ്? 10:30ക്കാണ് CST കിട്ടിയത്. നമ്മളപ്പോൾ അവിടെ നിന്ന് ഒരു എൻട്രി പ്ലേസ് ചെയ്തു, എൻട്രി എക്സിക്യൂട്ട് ചെയ്തു. CSTയിൽ കുറച്ച് മേളിലേക്ക് 1:2 ഒരു എൻട്രി പ്ലേസ് ചെയ്തു. SL വെച്ചേക്കുന്നത് ഇവിടെ നിന്ന് ലാസ്റ്റ് പോയിന്റിൽ നിന്ന് ഒരു ബ്രീത്തിങ് സ്പേസ് ഇട്ടിട്ട് 10 പിപ്പ് മുകളിലായിട്ട് 14 പിപ്പ് മുകളിലായിട്ട് വന്നു. ഓക്കെ, 10 ബ്രീത്തിങ് സ്പേസ് ഇട്ടിട്ട് നമ്മൾ SL വെച്ചു. TP 1:2 ഇത് വെച്ചു. അത് CRTൻ്റെ ഒരു 75%ലേക്കായിരുന്നു. നമുക്ക് ബീറിഷ് ബയാസ് ആണല്ലോ, അപ്പോൾ പിന്നെ CRT അവിടെ വരെ കിട്ടുന്നുള്ള രീതി തന്നെയാണ്. അപ്പോൾ 50% അല്ല, 75 തന്നെ കറക്റ്റ് 1:2 വെച്ചു. നോക്കാം എൻട്രി എന്തായി എന്നുള്ള കാര്യം. നമുക്ക് എൻട്രി ഇവിടെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 10:15 എൻട്രി എടുത്തു. 11 o'clockൻ്റെ ഉള്ളിൽ തന്നെയാണ്, 10-11 ഉള്ളിൽ തന്നെയാണ് എൻട്രി എടുത്തത്. അപ്പോൾ പിന്നെ അത് കറക്റ്റ് ടൈമൊക്കെ കറക്റ്റാണ്. ബട്ട് അത് മുകളിലേക്ക് പോയിട്ട് SL എടുത്തു. ഇത് SL ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സിലേക്ക് വരികയാണ് ചെയ്തത്. നമ്മുടെ SL അവിടെ നിന്ന് എടുത്തു, എന്നിട്ട് റിവേഴ്സ് വരുമായിരുന്നു ചെയ്തത്. നമ്മുടെ ക്ലോസായി, ട്രേഡ് ക്ലോസായി, SL ഹിറ്റ് അടിച്ച് ക്ലോസായി. ഇനി നാളെ നോക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ളത് 10% മൈനസ് ആണ് വരേണ്ടത്. 10% 1.2 ആണ് ഇപ്പം ലോസിലാണ് നിൽക്കുന്നത്. നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഇനിയിപ്പോൾ നമുക്കൊരു 9 ട്രേഡും കൂടി ഉണ്ട്. 9 ട്രേഡിൽ നമുക്ക് ഒരു 8% പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾക്ക് ഇത് സക്സസ്ഫുൾ ആയിരിക്കും. ഈ ഒരു സ്റ്റേജ് നമുക്ക് നോക്കാം. വരുന്ന നെക്സ്റ്റ് നാളത്തെ മറ്റന്നാളൊക്കെ നമുക്ക് എൻട്രി ഉണ്ടോ എന്ന് നോക്കാം. എൻട്രി ഉണ്ടെങ്കിൽ എൻട്രി എടുത്തിട്ട് എൻട്രി എന്താണെന്ന് വിലയിരുത്താം. ഇതിപ്പോൾ ഫസ്റ്റ് ട്രേഡ് എനിക്ക് SL ആയിരുന്നു അടിച്ചത്. ഓക്കെ, ദാറ്റ്സ് ഫോർ നൗ. താങ്ക്സ്.